രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാണോ എന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. രാഹുലിനെ സംരക്ഷിക്കുന്ന വി.ഡി. സതീശനെതിരെ പിണറായി സർക്കാർ എഫ്ഐആർ ഇടണമെന്നും ഗോപാലകൃഷ്ണൻ. ചർച്ചകൾക്കായി പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല. മുരിങ്ങൂർ കൊരട്ടി അടിപ്പാത നിർമ്മാണ പ്രശ്നത്തിൽ ജനപ്രതിനിധികളുമായി നിശ്ചയിച്ച ചർച്ചയ്ക്കെത്തിയ പ്രൊജക്ട് ഓഫീസറെ ചാലക്കുടി ഗസ്റ്റ് ഹൌസിൽ LDF ജനപ്രതിനിധികൾ പൂട്ടിയിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാണോ എന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. രാഹുലിനെ സംരക്ഷിക്കുന്ന വി.ഡി. സതീശനെതിരെ പിണറായി സർക്കാർ എഫ്ഐആർ ഇടണമെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴും രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെക്കാൻ ഇപ്പോഴും വി.ഡി. സതീശൻ എന്നോട് പറഞ്ഞിട്ടില്ല, വേണുഗോപാൽ എന്നോട് പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരുതായ്മയുടെ പിതൃത്വം വി.ഡി. സതീശനാണ്. പാലക്കാട് MLA സ്ഥാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത്. എന്താ കാരണം? പീപ്പിൾ കേസ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. BJPക്ക് പറയാനുള്ളത് ഹൂ കേസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പീപ്പിൾ കേസ് എന്നാണ്. അതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കണം. ചർച്ചകൾക്കായി പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല. മുരിങ്ങൂർ കൊരട്ടി അടിപ്പാത നിർമ്മാണ പ്രശ്നത്തിൽ ജനപ്രതിനിധികളുമായി നിശ്ചയിച്ച ചർച്ചയ്ക്കെത്തിയ പ്രൊജക്ട് ഓഫീസറെ ചാലക്കുടി ഗസ്റ്റ് ഹൌസിൽ LDF ജനപ്രതിനിധികൾ പൂട്ടിയിട്ടു. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രൊജക്ട് ഡയറക്ടർക്ക് പകരം എത്തിയ ഉദ്യോഗസ്ഥനെ LDF ജനപ്രതിനിധികളും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവച്ചു. ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥനെയാണ് പൂട്ടിയിട്ടത്. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും പോലീസിനെയും പ്രവർത്തകർ അടുപ്പിച്ചില്ല. പ്രൊജക്ട് ഡയറക്ടർ എത്താതെ ഇയാളെ വിട്ടയക്കില്ലെന്ന നിർബന്ധത്തിലാണ് ജനപ്രതിനിധികളും പ്രവർത്തകരും ഉണ്ടായിരുന്നത്. ചാലക്കുടിയിൽ വെച്ച് കൂടിക്കാഴ്ച ആവാമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകിയിരുന്നു. ദിവസവും തീയതിയും നിശ്ചയിച്ചതും അദ്ദേഹമായിരുന്നു. വൈകിട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ മുരിങ്ങൂരിൽ ഇന്ന് രാത്രി ടാറിംഗ് നടത്താമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. സർവീസ് റോഡുകൾ ഓവർലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, രാത്രിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഓവർലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടി വരും സർവീസ് റോഡ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഓവർലേ ചെയ്ത് തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ പ്രവേശിക്കാതിരിക്കാൻ കേസരി റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നുവെങ്കിലും പ്രതിഷേധക്കാർ ബാരിക്കേഡ് കടന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് മുന്നിലേക്ക് കുതിച്ചെത്തി. ഓഫീസിലുണ്ടായിരുന്നവർ ഗേറ്റ് അടച്ചതിനാൽ പ്രതിഷേധക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായില്ല. ഓഫീസിലുണ്ടായിരുന്നവർ പ്രതിഷേധവും വെല്ലുവിളിയും ഉയർത്തിയതോടെ ഇരുകൂട്ടരും ഏറെ നേരം വാഗ്വാദങ്ങളിലായി. ഇതിനിടെ പോലീസും CPIM നേതാക്കളും എത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. പിന്തിരിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെയിൻ റോഡിലെത്തി റോഡ് ഉപരോധിച്ചു. സമരം മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം L. ആദർശ്, CPM ഏരിയ സെക്രട്ടറി TV നിതിൻ, റീന അജയ്കുമാർ, M. രാഹുൽ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധക്കാർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PS. ശൈല,
എസ് സന്ദീപ്, എൻ ശ്രേഷ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കേട്ടിടത്തോളം വായുവിനുള്ള പരാതികളായിരുന്നില്ല ഇതുവരെ. നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ, മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള വനിതകളടക്കം നിരവധിയായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് KPCC നേതൃത്വം പ്രത്യക്ഷത്തിൽ എടുത്തിട്ടുള്ളത്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ മുതൽ NDRF സംഘം നടത്തിയ തിരച്ചിലിലാണ് പൊന്മാനിക്കുടം കടവിന്റെ 1/2 കിലോമീറ്റർ തെക്കുമാറി അഖിൽ രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ബൈക്ക് യാത്രികൻ കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ അഖിൽ രാജിനെ പുഴയിൽ വീണ് കാണാതായത്. ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ബൈക്ക് കണ്ടെത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തിയിരുന്നില്ല. ചാലക്കുടി ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലാണ് പൊടിശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. കണ്ണിലും മൂക്കിലും പൊടി കയറി ദുരിതമനുഭവിക്കുകയാണ് യാത്രക്കാർ. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പൊടിപടലം പടരുന്നതോടെ മുന്നിൽ പോകുന്ന വാഹനം കാണാനാകാത്ത അവസ്ഥയാണ്. റോഡിൽ കുന്നുകൂടി കിടക്കുന്ന പൊടിയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്നത്. റോഡിൽ നിന്നും പൊടി മുഴുവനായും നീക്കം ചെയ്താലേ ഇതിന് പരിഹാരമാകൂ. ഗതാഗത കുരുക്കിന് അയവ് വന്നെങ്കിലും പൊടിശല്യം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുകയാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പുലിയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവൻ സംരക്ഷിക്കുക, പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുക, നിർത്തിവെച്ച ഫെൻസിംഗ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. അരൂർ മുഴിയിലെ കൊന്നക്കുഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തി പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന വെറ്റിലപ്പാറ പോസ്റ്റ് ഓഫീസ് പ്രദേശത്ത് 5 ദിവസത്തിനകം പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കാമെന്നും പുഴയോരത്തെ ഫെൻസിംഗ് നിർമ്മാണം സെപ്റ്റംബർ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, സൗമിനി മണിലാൽ, CC കൃഷ്ണൻ, ആതിര ദേവരാജൻ, KK സന്തോഷ്, KS സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. ചക്കരപ്പാടം പോനിശ്ശേരി അബ്ദുൾ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്ന് വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. ഇതിനിടെ ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം സത്യമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്തെന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടം സ്വദേശി ഷെജീബാണ് ദൃശ്യം പകർത്തിയത്. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം OA ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായി. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു, മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് അംഗം സഞ്ജയ് ശാർക്കര, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ, പടിയൂർ പഞ്ചായത്ത് അംഗം ജോയ്സി ആന്റണി, ക്ലബ്ബ് സെക്രട്ടറി ഷമീർ, പ്രസിഡന്റ് സുബിൻ കുമാർ, ട്രഷറർ ജോസി, വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ, വർക്കിംഗ് ചെയർമാനായി OA ജെൻറിൻ, ജനറൽ കൺവീനറായി അനിൽ കുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര, വോളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി SI അശ്വിൻ റോയ്, കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. എമ്മാട് TR അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാലയുടെ
വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും KB സംഗീത സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. 5000 രൂപയും മൊമന്റോയും അടങ്ങിയ പുരസ്കാരം 4 മികച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. പ്രദേശത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകൻ TS സജീവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട്, പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി, വായനശാല വൈസ് പ്രസിഡന്റ് ജിഷ, ലൈബ്രറിയൻ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വായനശാല സെക്രട്ടറി സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. ചേനത്തനാട് NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി അഡിക്ഷൻ സെന്ററിലേക്ക് വാട്ടർ പ്യൂരിഫയറും വീൽ ചെയറും കൈമാറി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. കരയോഗം പ്രസിഡന്റ് N ഗോവിന്ദൻകുട്ടി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, മനോജ് എബ്രഹാം, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ MM രാജു, ശശിധരൻ പയ്യപ്പിള്ളി, VR രമേശ്, VR രാധാകൃഷ്ണൻ, KNM മധു, KC രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാണോ എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. രാഹുലിനെ സംരക്ഷിക്കുന്ന VD സതീശനെതിരെ പിണറായി സർക്കാർ FIR ഇടണമെന്നും ഗോപാലകൃഷ്ണൻ. ചർച്ചകൾക്കായി പ്രൊജക്ട് ഡയറക്ടർ എത്തിയില്ല. മുരിങ്ങൂർ കൊരട്ടി അടിപ്പാത നിർമ്മാണ പ്രശ്നത്തിൽ ജനപ്രതിനിധികളുമായി നിശ്ചയിച്ച ചർച്ചയ്ക്കെത്തിയ പ്രൊജക്ട് ഓഫീസറെ ചാലക്കുടി ഗസ്റ്റ് ഹൌസിൽ LDF ജനപ്രതിനിധികൾ പൂട്ടിയിട്ടു. രാഹുൽ മാങ്കുട്ടത്തിലിനെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.